ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് അല്ലെ. അപ്പൊ വളരെ നന്നായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഗ്ലാമറസ് പോസ്റ്റിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. പിന്നെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. ഓക്കെ, ഇതൊരു ആന്റിനറി വ്യൂ ആണ്. ഇത് നമ്മുടെ ഒരു ലാറ്ററൽ വ്യൂ അല്ലെ. നമ്മുടെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിന് ഈ രീതിയിലായിരിക്കും കാണുക. അതായത് നോക്കി ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് അല്ലെ ആന്റിനർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഏത് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ അനാട്ടമി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു. പോസ്റ്റീരിയർലി അതുപോലെ തന്നെ നോക്കി ഈ രീതിയിലാണ് പോസ്റ്റീരിയർലി നമ്മുടെ കൊറോണറി ആർട്ടറീസ് എന്താ സപ്ലൈ ചെയ്യുക നമ്മുടെ ഹാർട്ടിന്. ബ്രാഞ്ചസ് നോക്കി ഇതുപോലെ വരുന്നുണ്ട്. നോക്കി ഈ കാണുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് അല്ലെ, ഇതാണ്ട് ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ഇതാണ്ട് ഇതുപോലെ വരുന്നുണ്ട് അല്ലെ. സോ ഇതൊക്കെ നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ, അതുകൊണ്ടാണ് ഇതൊക്കെ പറയട്ടെ. നോക്കി അയോട്ടിക് ആർച്ച് അല്ലെ. അയോട്ടിക് ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആർച്ച് ഓഫ് അയോട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഹയോ, വെൽക്കം ടു എജോസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് അല്ലെ, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ കേരള ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി അവസരമാണ് നമുക്ക് വരാനിരിക്കുന്ന ഈ JHA അല്ലെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയാം. സോ ഇതിന് തൊട്ട് മുന്നേ എക്സാമിനേഷൻ നടന്നത് 2024 അല്ലെ. 2023 നോട്ടിഫിക്കേഷൻ വന്നു, 2024 എക്സാമിനേഷൻ നടന്നത്. സോ ആ എക്സാം അറ്റൻഡ് ചെയ്തവർക്കറിയാം, അല്ല എങ്കിൽ ആ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് അല്ലെ. അപ്പൊ വളരെ നന്നായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുകയാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഗ്ലാമറസ് പോസ്റ്റിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജോലി ലഭിക്കാനായിട്ട് കഴിയും. സോ അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എജുസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഒരുക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്, അതിന്റെ ആൻസറിലേക്ക് നമ്മൾ എങ്ങനെ എത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുക. സോ അതിൽ നമ്മൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാ. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കും, അതിനുശേഷം ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി എങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കും. ആ രീതിയിലാണ് ഈ ഒരു സെഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ അനാട്ടമി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. നോക്കിയാൽ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് അല്ലെ. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. അതായത് നോക്കിയാൽ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് അല്ലെ. ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി ഏത് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ അനാട്ടമി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നോക്കിയാൽ ഓപ്ഷൻസ്. ഓപ്ഷൻ എ റൈറ്റ് കൊറോണറി ആർട്ടറി, ഓപ്ഷൻ ബി ഈസ് അയോട്ടിക് ആർച്ച്, ഓപ്ഷൻ സി ഈസ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ഓപ്ഷൻ ഡി ഇതാണ് ടെർമിനൽ ആർട്ടറി അല്ലെ. അപ്പം നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് ഒരു അനിമേഷൻ സഹായത്തോടു കൂടി നോക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ ഒരു ഹാർട്ടിലെ, അതായത് നമ്മുടെ മിടിക്കുന്ന ഹൃദയമാണ് ഈ കാണുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഹാർട്ടിലെ, ഹ്യൂമൻ ഹാർട്ടിലെ 4 അറകളാണ് വരിക അല്ലെ, 4 ചേമ്പേഴ്സ് ആണ് വരിക. നോക്കി, ഇത് നമ്മുടെ റൈറ്റ് ഏട്രിയം എന്ന് പറയും. താഴേക്ക് വരുന്ന റൈറ്റ് വെൻട്രിക്കിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം ആണ്. അതിന്റെ താഴേക്ക് വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് അല്ലെ. സോ നോക്കിയേ, ഈ ഹാർട്ടിന് തന്നെ, അതായത് ഹാർട്ട് നമുക്കറിയാം, ഹാർട്ട് എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള രക്തത്തിനെ പമ്പ് ചെയ്യുക എന്നുള്ള ഒരു ആക്ഷൻ ആണ് ഈ പറയുന്ന ഹാർട്ടിന് വരിക അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തം എത്തിക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ഹാർട്ടിന് വരിക. അതേസമയം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, ഈ പറയുന്ന ഹാർട്ടിന് തന്നെ അതിൻ്റെതായിട്ടുള്ള ബ്ലഡ് സപ്ലൈയുടെ ആവശ്യമുണ്ട് അല്ലെ. സോ ഈ പറയുന്ന ഹാർട്ടിന് തന്നെ ഈ പറയുന്ന ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ അതിനെയാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുക അല്ലെ. എന്താണ് അതിന് നമ്മൾ കൊറോണറി ആർട്ടറീസ് അല്ലെ, കൊറോണറി ആർട്ടറീസ് എന്ന് പറയും അല്ലെ. സോ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു നമ്മളിപ്പോ തൊട്ട് മുന്നേ കണ്ട ഒരു ക്വസ്റ്റൻ എന്ന് പറയും അല്ലെ. അപ്പം കൊറോണറി ആർട്ടറി. അപ്പൊ നോക്കിയാൽ ബേസിക്കലി കൊറോണറി ആർട്ടറി നമുക്ക് 2 കൊറോണറി ആർട്ടറിയാണ് ബേസിക്കലി ഉള്ളത്. നമ്മൾ ബ്രോഡ് ആയിട്ട് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ, ഒന്ന് ഈ കാണുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ട് അല്ലെ, റൈറ്റ് സൈഡ് ഹാർട്ടിന്റെ വലത് വശത്താണ് കാണുക. സോ അതിന് നമ്മൾ റൈറ്റ് കൊറോണറി ആർട്ടറി എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അതുപോലെ ഒരു കൊറോണറി ആർട്ടറി ഉണ്ട് അല്ലെ, അതിന് നമ്മൾ എന്താ പറയുക, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ ബേസിക്കലി നമുക്ക് 2 കൊറോണറി ആർട്ടറീസ് ആണുള്ളത്. ഏതൊക്കെയാണ്, ഒന്ന് റൈറ്റ് കൊറോണറി ആർട്ടറിയും രണ്ടാമത്തേത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. കേട്ടോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇത് പഠിക്കാം. നോക്കിയാൽ ഇത് നമ്മുടെ ഒരു ഹാർട്ടിന്റെ ഒരു ആന്റീരിയർ വ്യൂ ആണ് ഈ കാണുന്നത് അല്ലെ. നമ്മുടെ ഹാർട്ടിനെ നമ്മൾ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ഈ രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, പിന്നെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. നോക്കിയാൽ ഇതൊരു ആന്റീരിയർ വ്യൂ ആണ്. ഇത് നമ്മുടെ ഒരു ലാറ്ററൽ വ്യൂ അല്ലെ. നമ്മുടെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിന് ഈ രീതിയിലായിരിക്കും കാണുക. അതായത് നോക്കിയേ, ഇതിപ്പോ റൈറ്റ് വ്യൂ ആണ്. അപ്പൊ റൈറ്റ് വ്യൂ നോക്കി നമുക്ക് ഈ പറയുന്ന റൈറ്റ് കൊറോണറി ആർട്ടറി കൃത്യമായിട്ട് കാണാൻ കഴിയും അല്ലെ. അതേസമയം നോക്കിയാൽ അതിന്റെ ഒരു പോസ്റ്റീരിയർ വ്യൂ, അതിന്റെ ഒരു ബാക്ക്വേർഡ് വ്യൂ നോക്കി കഴിഞ്ഞാൽ നോക്കിയാൽ ഇതാണ് അതിന്റെ ഒരു ബാക്ക്വേർഡ് വ്യൂ എന്ന് പറയുക അല്ലെ. നോക്കിയാൽ ഇത് ഏട്രിയം ആണ്. ഈ പറയുന്ന റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് നോക്കിയാൽ ഇതുപോലെ വരുന്നുണ്ട് അല്ലെ. നോക്കിയാൽ ഈ കാണുന്നത് റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് അല്ലെ, ഇതാണ്ട് ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ഇതാണ്ട് ഇതുപോലെ വരുന്നുണ്ട് അല്ലെ. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ
എന്താ കൊറോണറി ആർട്ടറീസിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുക. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും പേര് കൂടെ നോക്കി പോകാം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ് PSC എന്ന് പറയുക. ഓക്കെ, ഇത് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി അല്ലെ. റൈറ്റ് കൊറോണറി ആർട്ടറി എന്താണ്? താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പറയും ഓക്കെ റൈറ്റ് മാർജിനൽ ആർട്ടറി അല്ലെ. നോക്കി ഇത് അതിന്റെ മാർജിൻസിലേക്ക് പോകുന്നു, അത് നമ്മൾ എന്താ പറയാ റൈറ്റ് മാർജിനൽ ആർട്ടറി എന്ന് പറയും അല്ലെ. അതേസമയം നോക്കിയാൽ നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി നോക്കി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അല്ലെ. ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഓർക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്. നോക്കി അതിന് ബേസിക്കലി 2 ബ്രാഞ്ചസ് ആണ് വരിക. നോക്കി ഇത് നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആണ് അല്ലെ. അത് താഴേക്ക് വരുമ്പോ അതിന് രണ്ട് ബ്രാഞ്ചസ് ആണ് വരിക അല്ലെ. നോക്കി അതിന് 2 ബ്രാഞ്ചസ് ആണ് വരിക. നോക്കി ഒന്ന് നമ്മുടെ ഈ വരുന്ന ബ്രാഞ്ച് അല്ലെ. ഇത് നമ്മൾ എന്താ പറയുക? ഇത് നമ്മുടെ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയും അല്ലെ. ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയും. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നോക്കിയാൽ ഇതെന്താണ്? ഇത് നമ്മുടെ ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി എന്ന് പറയും കേട്ടോ. നോക്കിയാൽ എന്താണ് ഇത്? നമ്മുടെ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പറയുന്ന പേരാണ് നോക്കി 2 വെൻട്രിക്കിൾസ് അല്ലെ. ഇത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, ഇത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ ആണ്. അതിനിടയിലൂടെ താഴേക്ക് വരുന്നു. അപ്പൊ അതിന് നമ്മൾ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് അല്ലെങ്കിൽ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി എന്ന് പറയും കേട്ടോ. നോക്കി ഇത് അല്ലെ. നെക്സ്റ്റ് നോക്കി ഇതെന്താണ്? നമ്മുടെ ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി അല്ലെ. അതായത് നമ്മുടെ എന്താ സർക്കംഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ട്യൂബ് പോലെ തിരിച്ചു വരുന്ന ഒരു ആർട്ടറി ആണ്. നോക്കി ഇത് നമ്മുടെ എന്താ ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി എന്ന് പറയും. പിന്നെ ഇതിന് ഡയഗണൽ ആർട്ടറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്താൽ മതിയാകും കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറി പിന്നെ അതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഡയഗണൽ ആർട്ടറി മാർജിനൽ ആർട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതേസമയം ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എന്താണ്? ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് അല്ലെങ്കിൽ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി. അതുകൂടാതെ ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി. അത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡയഗണൽ ആർട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നു? അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു. പോസ്റ്റീരിയർലി അതുപോലെ തന്നെ നോക്കി ഈ രീതിയിലാണ് പോസ്റ്റീരിയർലി നമ്മുടെ കൊറോണറി ആർട്ടറീസ് എന്താ സപ്ലൈ ചെയ്യുക നമ്മുടെ ഹാർട്ടിന്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ആ ഒരു ആൻസറിലേക്ക് പോകാമേ. യെസ്, നമ്മളിപ്പം അനിമേഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ പറയുന്ന കൊറോണറി ആർട്ടറീസ് ഒക്കെ കണ്ടല്ലേ. ഇത് നമ്മൾ അനിമേഷന്റെ സഹായത്തോടു കൂടി കണ്ടു. നമുക്കിത് നോക്കാമേ. നോക്കിയാൽ നമ്മൾ അവിടെ പറഞ്ഞത് അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് നമ്മുടെ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി ആണ് നമ്മൾ ചോദിച്ചല്ലേ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയെ കുറിച്ചാണ്. അപ്പൊ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എവിടെ നിന്നാണ് എമേർജ് ചെയ്യുക? എമേർജസ് ഫ്രം ദ ലെഫ്റ്റ് അയോട്ടിക് സൈനസ് കേട്ടോ. നമ്മുടെ അയോട്ടയുടെ അല്ലെ. നോക്കിയാൽ ഇത് നമ്മുടെ അയോട്ടയാണ്. അപ്പൊ അതിന്റെ ഈ പറയുന്ന അയോട്ടിക് സൈനസിൽ നിന്നാണ്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള അയോട്ടിക് സൈനസിൽ നിന്നാണ് എന്താ നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി റൈസ് ചെയ്യുക. അതുപോലെ തന്നെ നോക്കിയാൽ റൈറ്റ് സൈഡിലുള്ള അയോട്ടിക് സൈനസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചെറിയൊരു എലിവേഷൻ അല്ലെ. എലിവേഷൻ അതിനാണ് നമ്മുടെ സൈനസ് എന്ന് പറയാം. അപ്പം റൈറ്റ് കൊറോണറി സൈനസിൽ നിന്നാണ് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി എറൈസ് ചെയ്യുക. അപ്പം ലെഫ്റ്റ് കൊറോണറി ആർട്ടറി നമ്മുടെ ലെഫ്റ്റ് അയോട്ടിക് സൈനസിൽ നിന്ന് എറൈസ് ചെയ്യുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുക? ഡിവൈഡ്സ് ഇൻടു 2 മേജർ ബ്രാഞ്ചസ് അല്ലെ. ഇത് 2 മേജർ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഒന്ന് ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. നോക്കിയാൽ എന്താണ്? ഇതാണ് നമ്മുടെ ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേരാണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി അല്ലെങ്കിൽ LAD എന്ന് നമ്മൾ പറയും അല്ലെ. അതുകൂടാതെ കേട്ടോ രണ്ടാമത്തെ ഡിവിഷൻ ആണ് നോക്കി ഈ കാണുന്ന ഏതാണ്? നമ്മുടെ ലെഫ്റ്റ് അല്ലെങ്കിൽ സർക്കംഫ്ലെക്സ് ആർട്ടറി കേട്ടോ. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി 2ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. എന്താണ്? ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി അല്ലെങ്കിൽ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, അതുകൂടാതെ സർക്കംഫ്ലെക്സ് ആർട്ടറി. അപ്പൊ നോക്കിയാൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി അല്ലെങ്കിൽ ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് എങ്ങനെയാണ് പോവുക? ഇതിന്റെ കോഴ്സ് എങ്ങോട്ടാണ് നോക്കിയാൽ റൺസ് ഇൻ ദ ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ് ടുവേർഡ്സ് ദ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് അല്ലെ. നോക്കിയാൽ നമ്മുടെ ഹാർട്ടിന്റെ അപ്പെക്സിലേക്ക് ഈ പറയുന്ന ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി അല്ലെങ്കിൽ ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി നോക്കിക്കേ എങ്ങോട്ടാ പോവാ? കണ്ട ഇതാണ് നമ്മുടെ ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി അല്ലെങ്കിൽ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുക. ഇത് നമ്മുടെ അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിലെ ഇതാണ് നമ്മുടെ എന്താ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുക. അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിലേക്കാണ് ഈ പറയുന്ന ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്താ ട്രാവൽ ചെയ്യുക. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി നമ്മുടെ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി തന്നെയാണ്. സോ ഇറ്റ് റൺസ് ഇൻ ദ ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ഗ്രൂവ് ആൻഡ് സപ്ലൈസ് ഏതൊക്കെ ഏരിയസിലാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് നോക്കിയാൽ ആന്റീരിയർ വാൾ ഓഫ് ദ ബോത്ത് വെൻട്രിക്കിൾസ് അല്ലെ. നോക്കിയാൽ 2 വെൻട്രിക്കിൾസിന്റെയും ആന്റീരിയർ വാളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആന്റീരിയർ 2/3 ഓഫ് ദ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലെ. നോക്കിയാൽ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ ആന്റീരിയർ 2/3 സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നോക്കിയാൽ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് കേട്ടോ, അപ്പെക്സ് ഓഫ് ദ ഹാർട്ട്. അപ്പൊ ഈ 3 ഏരിയസിലാണ് ഈ പറയുന്ന ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി സപ്ലൈ ചെയ്യുക എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് നോക്കി നമ്മൾ പറഞ്ഞു സർക്കംഫ്ലെക്സ് ആർട്ടറി. നോക്കി ഇതാണ് നമ്മുടെ എന്താ ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി എന്ന് പറയുക. സോ ഇറ്റ് വൈഡ്സ് അറൌണ്ട് ദ ലെഫ്റ്റ് മാർജിൻ ഓഫ് ദ ഹാർട്ടിൽ. നോക്കി ഈ പറയുന്ന ലെഫ്റ്റ് മാർജിനിലേക്ക് അത് വയർ ചെയ്തിട്ടാണ് പോവുക അല്ലെ. ഇൻ ദ കൊറോണറി സൾക്കസ് ടു സപ്ലൈ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് എവിടെയാണ് സപ്ലൈ ചെയ്യുക? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലും അതുകൂടാതെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലുമാണ് സർക്കംഫ്ലെക്സ് ആർട്ടറി എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക.
ഓക്കെ. എന്നിട്ട് ദിസ് വിൽ ഗീവ് റൈസ് ടു, അതായത് ഈ റൈറ്റ് കൊറോണറി ആർട്ടറി, ഓക്കെ, നമ്മൾ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി കുറിച്ച് കണ്ടു. ഇനി ഈ പറയുന്ന റൈറ്റ് കൊറോണറി ആർട്ടറി എന്താണ്? ഗീവ് റൈസ് ടു പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി അല്ലെ. നോക്കി ഈ ഇമേജിൽ കാണാം. നോക്കി ഇതാണ് പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി എന്ന് പറയുക അല്ലെ. നോക്കി ഇതാണ് നമ്മുടെ പോസ്റ്റീരിയർ അതായത് ബാക്ക് പോസ്റ്റീരിയറിലേക്കുള്ള രണ്ട് വെൻട്രിക്കിൾസിന്റെ ഇടയിൽ കൂടെ പോകുന്ന ആർട്ടറി അല്ലെ. ഇതിനാണ് നമ്മൾ പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി എന്ന് പറയുക. അതുകൂടാതെ ഇങ്ങോട്ടാണ് മാർജിനൽ ആർട്ടറി അല്ലെ. മാർജിനിൽ കൂടെ പോകുന്ന ആർട്ടറിയാണ് മാർജിനൽ ആർട്ടറി. അതുകൂടാതെ സപ്ലൈസ് ദ ബ്രാഞ്ചസ് സപ്ലൈങ് SA നോഡ് ആൻഡ് AB നോഡ് അല്ലെ. SA നോഡിനെയും AB നോഡിനെയും സപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ചസിലേക്കും ഒക്കെ ഈ പറയുന്ന നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഇനി വരുന്നത് അയോട്ടിക് ആർച്ച്. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാര്യം എന്താണ്, ഇതൊക്കെ നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ, അതുകൊണ്ടാണ് ഇതൊക്കെ പറയട്ടോ. നോക്കിയേ അയോട്ടിക് ആർച്ച് അല്ലെ. അയോട്ടിക് ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആർച്ച് ഓഫ് അയോട്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ. നോക്കിയേ ഇതാണ് ആർച്ച് ഓഫ് അയോട്ട എന്ന് പറയുക. സോ ഇത് എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് എറേസ് ചെയ്യുക? നോക്കിയേ ഒന്നാമത് ബ്രേക്കിയോസെഫാലിക് ആർട്ടറി. നോക്കിയേ ഇതാണ് നമ്മുടെ ബ്രേക്കിയോസെഫാലിക് അല്ലെങ്കിൽ ബ്രേക്കിയോകെഫാലിക് ആർട്ടറി എന്ന് പറയുക അല്ലെ. അത് പിന്നെയും റൈറ്റ് സബ്ക്ലേവിയൻ ആയിട്ടും റൈറ്റ് കോമൺ കരോട്ടിഡുമായിട്ട് അത് ബൈഫർക്കേറ്റ് ചെയ്തു പോകുന്നു അല്ലെ. പിന്നെ അതുകൂടാതെ നോക്കിയാൽ നമ്മുടെ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, അതുകൂടാതെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. ഇതൊക്കെയാണ് ഈ പറയുന്ന അയോട്ടിക് ആർച്ച് അല്ലെങ്കിൽ ആർച്ച് ഓഫ് അയോട്ടയിൽ നിന്ന് എറേസ് ചെയ്യുന്ന ആർട്ടറീസ് എന്ന് നമ്മൾ ഓർത്തിരിക്കട്ടോ. ഇതൊക്കെ ഇനി റിലേറ്റ് ചെയ്ത് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നോക്കിയാൽ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു. ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി അല്ലെ. അത് ഏത് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്? ഇതാണ്. യെസ്, അത് നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അല്ലെ. ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് ഈ പറയുന്ന ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലർ ആർട്ടറി എന്ന് പറയുക. അപ്പം എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് ഇമേജ് കുറച്ച് അനിമേഷൻ ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആകും അല്ലെ. ഇനി നമുക്ക് ഏത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന് ആൻസർ പറയാനായിട്ട് കഴിയും അല്ലെ. അപ്പൊ നിങ്ങളുടെ JHയുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.